ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഡിന്നർ റെസിപ്പി ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് അവലും എഗ്ഗും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പോൾ അതേ കോമ്പിനേഷനിൽ തന്നെ നല്ലൊരു അടിപൊളി ബിരിയാണി നമുക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദാ ഇവിടെ ഒരു 2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. നല്ല വെള്ള കട്ടിയുള്ള അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എടുത്തു വെച്ച അവലാണ് കേട്ടോ. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ നെയ്യിൽ തയ്യാറാക്കുന്നതല്ലേ ടേസ്റ്റ്. അപ്പം അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം പട്ട, അതിനോടൊപ്പം കുറച്ച് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണുള്ളതെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനുശേഷം അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കടല ഞാൻ കുക്കറിലിട്ട് ഒരു വിസിലടിച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി കേട്ടോ, തക്കാളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല പൊടി ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ക്യാരറ്റോ ബീൻസോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഈ സമയം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ട തൈര് കേട്ടോ, അധികം പുളിയില്ലാത്ത തൈരാണ്. 1.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ ഉറച്ച നല്ല കട്ട തൈരാണ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ യോഗർട്ട് ഇല്ലേ, അപ്പൊ അതേപോലത്തെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു തൈരാണ് കേട്ടോ. അപ്പൊ അതിന്റെ റെസിപ്പി വേണമെങ്കിൽ എല്ലാവരും കമന്റ് ഇടൂ, ഞാൻ അത് ചെയ്യാം കേട്ടോ. അപ്പൊ അത് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് നമുക്ക് തുറന്ന് വെച്ചതിന് നമുക്ക് ഇതേപോലെ ഒന്ന് വേവിക്കാം കേട്ടോ. അതിനുശേഷം എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് ഒന്ന് മാറ്റിയതിന് ശേഷം നടുക്കായിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ 2 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 2 3 മുട്ട നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 2 കപ്പ് അവലിന് 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്കിനി ഈ മുട്ട വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്കൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതായത് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതേപോലെ മുട്ട പൊട്ടിച്ചിടുക. മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ തോരനൊക്കെ ഒന്ന് ചിക്കി എടുക്കാന്ന് പറയില്ലേ, അതേ പരുവത്തിൽ നമുക്കൊന്ന് ചിക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്താൽ മതിയേ. നമ്മൾ മടിച്ചിയായ വീട്ടമ്മമാരെ സംബന്ധിച്ച് നമുക്ക് ഇതേ പാനിൽ ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് എളുപ്പം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതേ സെയിം പാനിൽ തന്നെ നടുക്കൊരു കുഴിയെടുത്ത് 2 മുട്ട പൊടിച്ചിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത് നമുക്ക് എല്ലായ്പ്പോലും തോരൻ എടുക്കുന്നത് പോലെ തന്നെ ചിക്കി എടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ദാ പരിപാടി കഴിഞ്ഞു. ദാ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അവലും കൂടെ അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അവൽ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കണം. അപ്പൊ ദാ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അവൽ എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാം കേട്ടോ. അതേസമയം നമുക്ക് പാൻ വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള, ഒരു സവാളയുടെ പകുതി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാമേ. സാധാരണ നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്ന സമയത്ത് ഇതേപോലെ സവാളയും കിസ്മിസും കാഷ്യൂനട്ടും ഒക്കെ വറുത്തെടുത്ത് നമ്മൾ അതിലിട്ട് കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ അതേ സെയിം മെത്തേഡ് തന്നെ കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടും കുറച്ചുകൂടെ അവർ ഇഷ്ടപ്പെട്ടത് കഴിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ നെയ്യിൽ കുറച്ച് സവാള വറുത്തെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും കൂടി നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതാ എടുത്തു വെച്ച നമ്മുടെ ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. അത്രയും ടേസ്റ്റുമാണ്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അവർക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇതേപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് നോക്കും, ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ തയ്യാറാക്കി വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂനട്ടും അതേം നെയ്യും അതിലോടൊപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാനായിട്ട്. നെയ്യും കൂടെ ഒക്കെ കിട്ടുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അതിലേ പുറത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്ത് കുറച്ച് പുതിനയിലയും
മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അവൽ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്കതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ദാ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ബിരിയാണി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തുറാന്നിരിക്കുന്ന നല്ല ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു വെറൈറ്റി റെസിപ്പി ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ട് ഇത് തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ